സവോള വെച്ചുള്ള ഒരു നല്ലൊരു റെസിപ്പി, അച്ചാർന്നോ എന്ത് വേണേലും പറയാം. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. ഇത് ഫേസ്ബുക്കിലൊക്കെ വൈറലായ വീഡിയോ ആണേ. അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനും ചപ്പാത്തിക്കും ബിരിയാണിക്കും എല്ലാം കഴിക്കാവുന്ന ഒരു സവോള റെസിപ്പി ഓർ സവോള അച്ചാർ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫേസ്ബുക്കിൽ വൈറലായ ഒരു സവോള റെസിപ്പി, സവോള അച്ചാർ. ഇതിനകത്തേക്ക് ഞാനൊരു 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ചേർക്കണം. വിനാഗിരി ഇല്ലാന്ന് ഓർത്തിന് വിഷമിക്കേണ്ട. വിനാഗിരി ഇല്ലാത്തവർ നാരങ്ങ നീര് ചേർത്താൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് 2 മുളക്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ കുറച്ച് സമയം അടച്ച് വെച്ചേക്കാം. നമ്മൾ സവോള കറിക്കുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാൻ, എണ്ണ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചാലാണ് കറിക്ക് ടേസ്റ്റ്, അച്ചാറിന് ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ കടുക്, തീ കുറച്ച് വെച്ചിടുക. 3-4 മുളക്, കറിവേപ്പില, പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ അതിനാവശ്യമായിട്ടുള്ള മുളക്, എരിവ് കുറഞ്ഞ മുളകാണ്. ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി, തീ ഇനി കിടത്തി വെച്ചാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ തീ കിടത്തി വെച്ചോളാം, പാകത്തിന് ആയിക്കോളും. അന്നേരം ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം. നമ്മൾ കായമില്ലേ, കായം, കട്ടിക്കായം ഉണ്ടെങ്കിൽ ആദ്യമേ എണ്ണയ്ക്കകത്തേക്ക് ഇടുക. ഇത് കട്ടിക്കായം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കായപ്പൊടിയാണ് ഉപയോഗിക്കണേ. ഒരു സ്പൂൺ, വലിയ സ്പൂൺ നിറച്ചങ്ങ് ചേർക്കണം. എന്നാൽ കായത്തിന് നല്ല ടേസ്റ്റ് വരണം. കായത്തിൻ്റെ നല്ല പോലെ മൂത്തിട്ടുണ്ട്. തീ ഞാൻ കടുത്ത് വെച്ചേക്കും കേട്ടോ. നമ്മുടെ സവോള വിനാഗിരി ഒഴിച്ച് വെച്ചേക്കണോണ്ട് അതിൻ്റെ നീരൊക്കെ അങ്ങ് ആയിക്കോളും. വേറെ വെള്ളവും പച്ചവെള്ളവും ഒന്നും ചേർത്തേക്കല്. ഇതിനകത്തേക്ക് ഒഴിക്കാം. ആ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചേക്കണോണ്ടുണ്ടല്ലോ, ഞാൻ തുറക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടായി. നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ കൂട്ടാനേക്കാൾ ഏറ്റവും നല്ലത് 2 ദിവസം വെച്ചേക്കണം. വിനാഗിരി ഒഴിച്ചതുകൊണ്ട് കേടാവില്ല കേട്ടോ. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കണം. തൊട്ടൊന്ന് അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ തൊട്ടൊന്നും വെച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ചിരുന്നിട്ട്
സവോള ഒന്ന് അലുത്ത് കഴിയുമ്പോഴാണ് അച്ചാർ കൂട്ടാൻ ഏറ്റവും ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സവോള അച്ചാർന്നോ പിന്നെ എന്നാ സവോള റെസിപ്പിന്ന് എന്ത് വേണമെങ്കിലും പറയാം. അച്ചാർ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫേസ്ബുക്കിൽ ഫേമസ് ആയതാണ്. 60 ലക്ഷം പേര് വരെ കണ്ട ഒരു വീഡിയോയാണ്. ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ചോറിന് കൂട്ടാൻ നല്ലതാണ്, ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ലതാണ്, ബിരിയാണിക്ക് കൂട്ടാൻ നല്ലതാണ്, എല്ലാത്തിനും സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. എല്ലാവരും സവോള വിലക്കുറവുള്ളപ്പം മേടിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, കേടാവില്ല കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.